ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഓണത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കാര്യക്കാരെ, നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം. എല്ലാ തവണയുള്ള പോലെ നസീർക്കുണ്ട്, പ്രചോദനുണ്ട്. ഇന്ന് പുതിയൊരാളും കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നു. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രചോദേട്ടൻ ആൻഡ് കൂടെ വിജിക്കുട്ടൻ ചേട്ടൻ. ഹലോ, നമസ്കാരം, സുസ്വാഗതം. താങ്ക് യു. ഫ്ലവേഴ്സ് ടിവിക്ക് പുതിയൊരാളല്ല എന്നറിയാം, എന്നാലും ആദ്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത് ഓണാഘോഷത്തിന് ശേഷം. വെൽക്കം വിജിക്കുട്ടൻ ചേട്ടാ, വെൽക്കം ടു ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെ, ഐറ്റം വേറെയാണ്. ആ സന്തോഷം ഞങ്ങളോട് പങ്കുവെച്ചാട്ടെ. വളരെ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്മൾ കോമഡി ഉത്സവം അതുപോലെ മറ്റുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഐറ്റം വേറെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ എനിക്കൊന്നു പിന്നെ യൂട്യൂബിലും ടി വിയിലൂടെ ഒക്കെയാണ് ഷോ കണ്ടിട്ടുള്ളത്. ഇന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, ഒരിക്കൽ കൂടെ ഇത് ഐറ്റം വേറെയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് പൊളിച്ചെടുക്കുക. ഓക്കെ, പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്തൊരു ഐറ്റം ടീമിനെ വിളിക്കട്ടെ. ടീം എസ്. ലെറ്റ്സ് വെൽക്കം. സെൽവൻ, ശംഭു, ശ്യാം. ലെറ്റ്സ് വെൽക്കം മൂന്നുപേരും ടീം എസ്. ഇത് ഐറ്റം വേറെ. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരും നോടി, പോരുമ്പം പൂക്കൊമ്പത്താടും. അടിപൊളിയായി തന്റെ ആദ്യ രാത്രി. അവളെടുത്ത് ഞാൻ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഹലോ, എന്താ സുഹൃത്തെ? നാട്ടുകാർക്ക് ഇത് എന്തെല്ലാം കാര്യങ്ങൾ അറിയണോടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? മാമൻ കല്യാണം കഴിക്കേണ്ടിരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അതിലെന്താ തെറ്റ്? നാട്ടു നടപ്പല്ലേ? മാമന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മാമൻ ഗൾഫിലല്ലായിരുന്ന? മാമൻ ഗൾഫിലായിരുന്ന സമയത്തല്ലേടാ ഈ പെണ്ണിനെ കണ്ടത്. അവിടെ നിന്നുള്ള സമ്മാനങ്ങളൊക്കെ എൻ്റെ കൈ കൊടുത്തു വിട്ടു. ഞാൻ മാമിക്കൊണ്ട് കൊടുത്തു, മാമിയെ കണ്ടു, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായി എന്നും പറഞ്ഞ് മാമനെ എന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തല്ലേ? മാമനാണ് ഈ കല്യാണക്കാരെ പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ മുട്ടുകാലി അടിച്ച് ഞാൻ കേട്ടുന്നില്ലേ? ഇറക്കിയല്ലോ. മാമേപ്പൊന്ന് വരണ്ടായിരുന്നല്ലേ? ഞാൻ കെട്ടായിരുന്ന പെണ്ണിന്റെ 6 മാസത്തെ അറിയിപ്പിന് പലഹാരം കൊണ്ട് വന്നാൽ മതിയായിരുന്നല്ലേ? അതായിരുന്നു കറക്റ്റ് ടൈമിങ്ങിന് ഞാൻ എത്തിയാന്. അത് വിഷയമില്ലായിരുന്നു. മാമ മനസ്സിലൊന്നും വിചാരിക്കരുത്, ഞാൻ ഇപ്പോഴും മാമന്റെ പഴയ കൊച്ചുണ്ണി തന്നെയാണ്. നിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ കൊച്ചുണ്ണി. നിന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നീ വലിയ ഉണ്ണിയാണ്. അല്ലെങ്കിൽ നീ ഇത് കാണിക്കോടാ. നീ കാണിക്കോ? നീ എന്റെ ചങ്കിന്റെ വേദന ഞാൻ ആരെടുത്ത് പറയാ? എവിടെയെങ്കിലും മൂടിടിച്ച് വീണായിരിക്കും, അതായിരിക്കും ചന്തിക്ക് വേദന. ചന്തിക്ക് വേദന നല്ലതാ. എന്റെ ചങ്കിന്റെ വേദന ഞാൻ ആരെടുത്ത് പറയാ? എന്നാലും എങ്ങനെയാടാ എന്റെ മഞ്ജു നിന്നെ ഇഷ്ടപ്പെട്ടത്? എന്റെ ആർട്ട് ഗാലറി കണ്ടിട്ടാ മാമ. ഇതെപ്പോഴാ കാണിച്ചത്? ആർട്ട് ഗാലറി? മാമ, ഞാൻ ചിത്രരചനയിൽ സൂപ്പർ അല്ലേ മാമ? നീ എവിടെയാണ് ചിത്രം വരച്ചത്? നമ്മളെ ചിഞ്ചിലൻ ജുവലറിയുടെ ഷട്ടറിലില്ലേ, ഞാനൊരു പടം വരച്ചു. അത് മാമിയല്ല, മഞ്ജുവിന് ഇഷ്ടപ്പെട്ടു. നാക്ക് ചതിക്കൂല. നമ്മൾ എന്ത് പറഞ്ഞാലും നാക്ക് നമ്മളെ ചതിക്കൂല. കറക്റ്റാണ് മാമി. എടാ, നീ വരച്ചെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു കുതിര സവാരിക്കാരന്റെ പടമല്ലേ വരച്ച? ഒരു തൊപ്പിയൊക്കെ വെച്ച് മുടിയൊക്കെ നീളം വരുത്തി. അയ്യോ, ഇത് കുതിര സവാരിക്കാരനല്ല, അത് ചന്ത സിനിമയ്ക്കകത്ത് ബാബുവിന്റെ നിൽക്കുന്ന പടവാ. കുതിര സവാരി. എടാ, ഇത് പറയണ്ടേ? ഇത് നീ വരച്ചു വെച്ചിട്ട് ആരെങ്കിലും ഇത് മനസ്സിലാക്കണ്ടേ? അതിന്റെ താഴെയായിട്ട് എഴുതി വെക്കാത്തത് ചന്തയിലെ ബാബുവിന്റെ അടിയാണ് ഇതെന്നുള്ള കാര്യം. മാത്രമല്ല, ഈ ചിഞ്ചൻ ജൂറി രാവിലെ വന്ന് തുറക്കൂലേ, ആ സമയത്ത് നിന്റെ ബാബുവിന്റെ അങ്ങ് പൊങ്ങി അങ്ങ് പോകും. പിന്നെ വരുന്നത് 10:30 മണിക്കാണ്. അപ്പോഴാളും പോകും ജംഗ്ഷനിൽ. ഇത് കാണണ്ടേ? മനുഷ്യര് കാണണ്ടേ നീ വരച്ചു വെച്ചാ? ഇത് അവന്റെ ആർട്ട് ഗാലറി. എന്നാലും ഇത് എങ്ങനെയാണ് അവളെ നിന്നെ ഇഷ്ടപ്പെട്ടത്? അവളെ എങ്ങനെ കിട്ടിയത് നിനക്ക്? ബെഡാ ബസാറിൽ ചരുവം മേടിക്കാൻ പോയപ്പോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. എന്റെ പൊന്നെ, നിനക്കറിയാമോ ഗൾഫിൽ ആ
പൊക്കത്തിൽ നിൽക്കുന്ന ആ പനയില് കുരങ്ങ് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ മൂടറിഞ്ഞ് കേറി. എന്തിനാ? നിങ്ങൾക്ക് താഴെ നിന്നപ്പോ ക്രിമേഡിയല്ലേ അതെന്താ? എടാ അവക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയല്ലേ ഞാൻ കയറിപ്പോയി. മാമ ഒരു കാര്യം മനസ്സിലാക്കണം. മാമൻ ഗൾഫിൽ നിന്ന് അയച്ച സാധനങ്ങളെല്ലാം ഞാൻ മാമിക്ക് മഞ്ജുവിനെ കൊണ്ട് കൊടുത്തില്ലേ? നീ തുപ്പി മരിക്കേണ്ടി വരും. മഞ്ജുവിനെ കൊണ്ട് കൊടുത്ത് എന്നിട്ട് നീ എനിക്ക് എന്റെ കാര്യം എന്തെങ്കിലും അവളടുത്ത് പറഞ്ഞാടാ. നീ എന്നിട്ട് സ്നേഹം കൊടുത്ത് അവളെ വശത്താക്കിയില്ലേടാ. മാമനൊരു കാര്യം അറിയാലേ? മാമന് പണ്ടൊരു പെൻസിൽ കിട്ടിയ അതിന്റെ പകുതി മാമ എനിക്ക് തരൂലേ? അത് തരുമായിരുന്നു. ഒരു കേക്ക് കിട്ടിയ അതിന്റെ പകുതി എനിക്ക് തരൂലായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരു കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണിന്റെ പകുതി നിനക്ക് വരണോടാ? മാമ പറയുന്നൊരു പരിധിയില്ലേടാ. ഒരിക്കലും ഒരു അനന്തരവന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയരുത്. മാമന്റെ ഭാര്യയെ കിട്ടുന്നതിന്റെ പകുതിയെ അങ്ങനെ പറയാനും പാടില്ലല്ലേ. ഭൂമി ഇടിഞ്ഞ് താഴെ പോകും. അങ്ങനെ പറഞ്ഞൂടല്ലേടാ. പകുതി എന്ന് നമ്മളൊരു അല്ലേ, പ്രത്യേകിച്ച് മാമിയല്ലേ മാമന്റെ ഭാര്യ എന്ന് പറയുമ്പോ എനിക്ക് ഫുള്ള് കിട്ടണം. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങണം. മാമ മാമനൊരു കാര്യം മനസ്സിലാക്കണം. മാമൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ മാതുലൻ. മകനെ പറഞ്ഞങ്ങോട്ട് കേറ്റുള്ളൂ. ഞങ്ങളിച്ചങ്ങ് കയറി പോണതേണ്ട. മകനെ പറഞ്ഞ തിരിച്ചെടുത്തത് മാമൻ അറിയാവോ? കുട്ടിക്കാലത്ത് ഞാനും മാമനും അച്ഛനും അമ്മയും കളിക്കും കഞ്ഞിയും കറിയും വെച്ച്. അപ്പോഴും അച്ഛനാരാ? നീ അന്ന് തൊട്ട് തുടങ്ങിയതാണ് നിനക്ക്. കഞ്ഞിയും കറിയും വെച്ച് ലൈറ്റ് അണച്ചു എന്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. മാമ ഇപ്പൊ പിടിച്ചിറങ്ങും. എടാ എന്നെ നീ ഇറക്കി കിട്ടോ. പക്ഷെ എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ഒരാളുണ്ട്. ചോദിക്കുന്നതും പറയുന്നതും ഒരാളാണെങ്കിൽ അവന് ഭ്രാന്ത്. അതല്ലെന്ന്, ചോദിക്കാൻ ഇവിടെ ഒരാളുണ്ടെന്ന്. ആര്? ആടാവൻ കാണ്. ആരാ? അവിടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ നിന്നാ. ഇത് എവിടെ പോയിക്കണ്ടേ? ഞാൻ ഇവിടേക്കുണ്ടാ. ഇവിടെ നിർത്തുമ്പോ ഇവിടെ നിക്കണ്ടേ? അവിടെ പോയി ഈ പഞ്ചെങ്ങനെ കിട്ടോടെ? ഞാൻ വെള്ളം കുടിക്കാൻ പോയാ. വെള്ളം കുടി. എവനെപ്പോഴും വെള്ളം കുടിയും പെടുപ്പും. ദാ ഇങ്ങോട്ട് വാ, ഇവിടെ വിളിക്കുന്നു. ഇവിടെ അല്ല ഈ മ്യൂസിക് തീരുന്നതിന് മുമ്പേ മൂവ്മെന്റ് ഇട്ട് കൊടുത്തേണ്. ഞാൻ വിചാരിച്ച വിസ്താര കടിച്ചു പൊട്ടിക്കാൻ പോണം. ഇവിടെയല്ലേ സംഭവം നടക്കുന്ന? കക്ഷിയാണല്ലേ പുള്ളി. നല്ല ചെറുതേൻ നാരങ്ങ പൊതിഞ്ഞ് തേച്ചാ മതി, പൊള്ളല് മാറ്റും. കച്ചത്ത് പുള്ളി എന്ന് പറഞ്ഞ കച്ചത്തെ പുള്ളിയെന്നല്ല, നീയാണല്ലടാ കക്ഷി. എടാ നിനക്ക് എന്നെ അറിയാമോടാ? എന്റെ കണ്ണിലോട്ട് സൂക്ഷിച്ച് നോക്കിയേ. തമിഴ് പടത്തിലുണ്ടോ? തമിഴ് പടത്തിലൊന്നും അല്ല. പിന്നെ എന്റെ തുട കണ്ടാ മനസ്സിലാവും. നോക്കിയേ. രതിനിർവേദത്തിലുണ്ടോ? ഇടാ പോടാ. ഈ തുടയിൽ വെട്ടിട്ട് പോയണ്ടാ. ഒരുത്തം വെട്ടിയ വെട്ടാണ്. ഒരുത്തം വെട്ടിയോണ്ട് പോയ പാട് കാണിച്ചിട്ട് ഗമ കാണിക്കുന്ന ഒരു ഗുണ്ട ഞാൻ ആദ്യമായിട്ട് കാണുക. നിനക്ക് എന്റെ പേരറിയാമോ? ഞാനാണ് ഉണ്ണിത്തത്ത. നിങ്ങൾ ഉണ്ണിത്തത്തെ പഞ്ചവർണ്ണ തത്തെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്താ കാര്യം? പണവാളം ചെമ്മാടി. ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എന്റെ സാമ്പന്റെ പെണ്ണിന്റെ കൊച്ചിന്റെ ചിറ്റേടാ മുത്ത് അറിഞ്ഞോടാ. ആ വാഴപ്പഴം ഇരുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടിച്ച് ഈന്തപ്പഴം തിന്നപ്പോ ഉണ്ണിത്തത്തെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ കെട്ടായിരുന്ന പെണ്ണിനെ അവൻ കെട്ടി, എന്റെ ശേഷക്കാരൻ കെട്ടി. അത് ചോദിക്കാനല്ലേ ഞാൻ വിളിച്ചു വരുത്തിയത്. അവളെ വിളിച്ചിറക്കി താടാ. ഞാൻ ചോദിക്കൂടാ. അതെന്താ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടത്? അപ്പുറത്ത് കൊച്ചുങ്ങളാ ഈ ചെണ്ടമേളം കൊട്ടി പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൊട്ടാന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെ ചെണ്ട എടുത്ത് വെച്ച് കൊട്ടിയത്. അയ്യ കൊട്ടാന്നല്ല, നിന്റെ പെണ്ടെ തരാൻ വേണ്ടി പറഞ്ഞത്. അതിപ്പോ എനിക്ക് മനസ്സിലായി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുഹൂർത്തത്തിന് സമയമായി പാലിപ്പം വരും. അത് ഇവിടുത്തെ ആചാരമാണ്. എന്തോന്ന്? മൂത്രം ഒഴിക്കുന്നതിന് മുമ്പേ പാലപ്പം തരുന്നത്. മുഹൂർത്തത്തിന് സമയമായി പാലിപ്പം വരുമെന്ന്. മാമാ ഈ മരവാഴ എവിടെ കിട്ടി മാമാ? സുർജിത്തെ, നീ ഇത്രയും പറഞ്ഞ് ഞാൻ സഹിച്ച്. നീ എന്തോ ഈ മനുഷ്യനെ വിളിച്ച? മരവാഴ. മരവാഴേ? സോറി, ഇത് മണ്ടയടിച്ച വാഴ. മണ്ടയടിച്ച വാഴ? എടാ ഇത് എന്റെ ഒരേ ഒരു കളിക്കൂട്ടാരൻ, അറിയാവോ? നിങ്ങളെ കളി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത് വായിക്കണം. സുർജിത്തെ, അതെന്തോ കോമഡിയാ നീ പറഞ്ഞപ്പോ. ഒരാള് കളിക്കൂട്ടുകാരനാണെന്ന് പറയുമ്പം നിങ്ങളെ കളിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെടുത്ത് വായിക്ക്. ഈ കല്യാണത്തിന്റെ ഗ്രൂമിങ്ങിന് നീ നേരത്തെ വന്നാണ്, അല്ലെങ്കിൽ ഈ കോമഡി നീ പറയൂല. ഇത്രയും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത്. ഈ നിൽക്കുന്ന മനുഷ്യ ആരാണെന്ന് അറിയാം എനക്ക്? ഗുണ്ടാവിളയാട്ടം വിശ്വംബന്റെ കയ്യും കാലും കെട്ടി പോലീസിനെ ഏൽപ്പിച്ച മനുഷ്യനാണ്. അതിന്റെ പേരിൽ ഇപ്പോഴും സ്വന്തം അമ്മ ഈ പുള്ളിയുടെ മുഖത്ത് നോക്കി പച്ച തെറി വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെന്തിന്?
പിന്നെ അച്ഛന്റെ കയ്യും കാലും കെട്ടി പോലീസിലേപ്പിച്ച അമ്മ വിടോ? അമ്മ ഇപ്പോഴും ചെയ്തോടിച്ചോണ്ടിരിക്കുവല്ലേ. സ്വന്തം അച്ഛനാ വിളിച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. മാമനും വാഴ അറിയാൻ വേണ്ടിയാണ്. ഞാൻ മുറിക്കകത്ത് പോവേണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോ, എന്ന് ശല്യം ചെയ്യരുത്. ഇപ്പൊ എന്ത് ചെയ്യാന്ന്? നീ സംസാരിച്ചിട്ട് നമുക്ക് കഥ പറച്ചടാ. എന്തെങ്കിലും ചെയ്ത് അവനൊന്ന് വെളിയിൽ ഇറക്കണം. എന്തെങ്കിലും ചെയ്താൽ മതിയാ. എന്തെങ്കിലും ചെയ്തൊന്ന് വെളിയിൽ ഇറക്കണം. എന്നാ ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണത് രാജനും പീതയും. പന്ന പുള്ളികളെ നിന്റെയൊക്കെപ്പൻ വെട്ടുതോന്നാ കുറെ കളികൾ എന്നെ കൊണ്ട് കളിപ്പിച്ചതാ. രാജംപിദേവ് ചെയ്താനാണ് ഞാൻ പറഞ്ഞത്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ. എന്റെ പൊന്നെ സുർജിത്തെ, അയ്യോ, കഥവ് തടവി സൂചിപ്പിക്കാൻ നല്ല പറഞ്ഞ ഒന്ന് വിളിച്ചിറക്ക്. സുർജിത്തെ എന്തോന്ന് ശല്യം ഇത്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. മാമ, ഒളിച്ചോട്ട സമയം തൊട്ട് ഈ സമയം വരെ എന്റെ മഞ്ജു ഒരുപോലെ കണ്ണടച്ചില്ല. പാവപ്പെട്ട പെണ്ണോടെ കിടന്ന് ഉറങ്ങിയാണ്. നീ മാന്ത്രികനാടാ. സെക്കൻഡുകൾക്കുള്ളിൽ വേഷം മാറി വരെ. അപ്പൊ നീ എന്തോ ചെയ്യായിരുന്നു? അവൾ ഉറങ്ങുന്നത് നീ എന്തോ ചെയ്യായിരുന്നു? ഞാനും അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. സ്ക്രിപ്റ്റ് ബേസ് ഓക്കെ, പക്ഷേ പ്രോപ്പർട്ടി ബേസ് നീ പറഞ്ഞത് കറക്റ്റ് അല്ല. എത്ര ദൂരത്താണ് നീ കിടന്നുറങ്ങിയത്? എത്ര ദൂരത്താണ് നീ കിടന്നുറങ്ങിയത്? രണ്ടും അങ്ങ് ദൂരെ. ഈ മുറിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ടോ? നീ ഇപ്പുറത്ത് കിടന്നുറങ്ങുമ്പോ അവളെ തലയിരിക്കുന്ന പൂ അറിയാതെ ഓടി നിന്റെ തലയിൽ കയറുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? മാമ ഇവിടെ കിടന്ന് കണസാ കുണസാ പറയാ. പോ മാമ. സുർജിത്തെ, ഇറങ്ങടാ വെളിയില്. ഇത്രയും നാളായിട്ട് അവൻ എന്റെ മുഖത്തോക്കി ഈ വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് അവൻ പറഞ്ഞേട്ടോ. കൺസാ കുൺസാന്ന് എന്റെ മുഖത്തോക്ക് പറഞ്ഞേട്ട. കൺസാ കുൺസാ അല്ല, ഇതേ ഇടുക്കി മുളങ്കാടുകൾക്കുള്ളിൽ കൂടെ ഉരുത്തിരിഞ്ഞു വന്നൊരു വാക്കാണ്. ഒരു വാക്ക് കൊടുത്തപ്പോ അതും കൊണ്ട് നേരെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അതിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എനിക്ക് തരുന്നു. മുളങ്കാടുകളില്ല, ഇതാരും മുളങ്കാടുകളില്. ഇവിടെ ശാസ്ത്രജ്ഞ എങ്ങനെയെങ്കിലും അവനൊന്ന് പുറത്തിറക്ക്. ഇനിയെങ്കിലും എന്നെ ശല്യം ചെയ്യരുത്. വാഴയും മാമനും കൂടി ഒന്ന് പോ മാമ. നമ്മൾ സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവൻ പറഞ്ഞേട്ടോ ഞാൻ ഇറങ്ങി പോവാൻ. പിന്നെ അവൻ ഇറങ്ങി പോകാൻ പറ്റൂടാ. കഥ അടച്ചില്ലേ അവൻ? കഥ പടച്ച പിറക്ക ഒരു വാതിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവനെ ഇറക്കായിരുന്നു. അതിനെ പുറകെ ഒരു പക്ഷേ വിഷ്വലി നല്ല രസമാണ്. പുറകിൽ ഒരു വാതിലുണ്ടെങ്കിലേ അത് പെട്ടെന്ന് ചെയ്യാം. മാഞ്ചത്തിന്റെ ഒരു വാതിലാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഉളുക്കൂല. നിനക്ക് വല്ല ഉളുപ്പുണ്ടാണ്. അവനെ വിളിച്ചിറക്കണേ എങ്ങനെയെങ്കിലും. സുർജിത്തെ ഇറങ്ങി വേണ. എടാ 5 കിലോ അണ്ടിപ്പരിപ്പാണ് ഗൾഫിൽ നിന്ന് ഞാൻ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന്. അറിയാമോ? മഞ്ജുവിന് വേണ്ടി. അവൾക്ക് അണ്ടിപ്പരിപ്പ് ജീവനായിരുന്നു. ഉണ്ടറ അണ്ടിയാപ്പിച്ച ഫ്രണ്ടിൽ താമസിക്കുന്നവനാ. അണ്ടിപ്പരിപാടിക്കും ഗൾഫിൽ പോയിക്കുന്നു. പെണ്ണ് കിട്ടാത്തനക്ക് എങ്ങനെയെങ്കിലും അവനൊന്ന് ഇറക്ക്. ഒരു ഐഡിയ പറഞ്ഞാ. ഐഡിയ ഇവിടെ നിനക്ക് ഐഡിയ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ മതി, ഇപ്പൊ ചെയ്തുതരാം. സുർജിത്തെ, സുർജിത്തെ എടാ തെണ്ടി. നീ പുറത്ത് അവാകത്ത്. സ്വന്തം ഭാര്യ കത്തുമ്പോ അന്യ പുരുഷനെ കയറ്റി പൂട്ടിയാ നീ വാതില്. എനിക്ക് നാണം ഉണ്ടോടാ? എനിക്കറിയാം മഞ്ജുവിനെ തിരക്കി മാമ ഇവിടെ വരുമെന്ന്. അതുകൊണ്ട് മഞ്ജുവിന് ഞാൻ കുഞ്ഞമ്മരെ വീട്ടിൽ നിൽക്കുക. ഇതിനകത്ത് കടന്നോട്ട് മാമ ഒരു 2 ദിവസത്തേക്ക്. ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് ഞാനും മഞ്ജും കൂടി ഇങ്ങോട്ട് വരാം. അനീഷേ, ഫോട്ടോ എടുത്തോടാ. എടാ ഉണ്ണിത്തത്തെ, ഉണ്ണിത്തത്ത പണത്. ഉണ്ണിത്തത്തയ്ക്ക് ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാം. ചേട്ടാ ഐശ്വര്യമായിട്ട് തുടങ്ങിയട്ടെ. സെൽവരാജ് ചേട്ടാ നന്നായിരുന്നട്ടാ, അടിപൊളിയായിരുന്നു. കല്യാണ വീടും മാതിരാത്രിയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കാതെ, ഒരു മണിയറ ഒന്നും കാണിക്കാതെ, തൊട്ട അകത്താണ് അതിൻ്റെ മണിയറ. പക്ഷെ പുറത്തുള്ള പരിപാടികളെല്ലാം നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ശംഭു ഫോണിൽ സംസാരിച്ചിട്ട് അമ്മാവനും ഇങ്ങോട്ട് വരട്ടെ ഞാൻ കയറ്റി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടടാ എന്ന് പറഞ്ഞപ്പോൾ ഇറക്കിയല്ലോ. അന്നേരത്ത് തുടങ്ങിയ തമാശകൾ അവസാനം ക്ലൈമാക്സ് വരെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വില്ലൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു റൗഡി വരുമ്പോൾ ഇത്രയും നമ്മൾ സാധാരണ കീരിക്കാടൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഇതെന്താ പേര്? ഉണ്ണിത്തത്ത. ഈ ഫിഗറും ആ പേരുമായിട്ട് യാതൊരു സാമ്യമില്ലട്ടാ. അത് ഭയങ്കര രസമായിരുന്നു. 3 പേരും നല്ല ഗ്രാൻഡ് ആയിരുന്നു. ക്ലൈമാക്സ് എടുത്ത് പറയണോട്ടാ. ബാക്കി ഇവര് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ 3 പേരും അടിച്ച് പൊളിച്ച് സ്കിറ്റായിരുന്നു. ഗംഭീരമായി. നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ പണിയെടുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ നല്ല മാർക്കുകൾ കിട്ടും. ഇനിയും നല്ല നല്ല സ്കിറ്റുകളായിട്ട് വരിക. 3 പേർക്ക് വളരെ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ എല്ലാ പ്രാവശ്യവും
സ്കിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല മെനക്കിടുന്നുണ്ട്. കാര്യം പുതുമകൾ തേടുന്നുണ്ട് നിങ്ങൾ. അതിൻ്റെ ഗുണം നിങ്ങൾ ഈ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. കാര്യം ഒരു കോമഡി ചിരിപ്പിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ ആവശ്യമൊന്നുമില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് വേണേൽ ചിരിപ്പിക്കാം, 2 പേരുണ്ടെ ചിരിപ്പിക്കാം, 3 പേരുണ്ടെ ചിരിപ്പിക്കാം. ഒത്തിരി പേരുണ്ടെങ്കിൽ ഈ സാധനം സ്പ്ലിറ്റായി പോകും. ഇത് 3 പേരിൽ ഒതുങ്ങി നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാതെ ഉള്ള കൗണ്ടറുകൾ വൃത്തിയായിട്ട് നിങ്ങൾ ചിരിച്ച് അവതരിപ്പിച്ച് ഫലിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഗംഭീരമായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സ്ക്രിപ്റ്റുകളുമായിട്ട് വരണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പം കാശി വാങ്ങിക്കാം. ചേട്ടാ അറിയാലോ, 1 മാർക്കിന് 1000 രൂപ. ഓ, അപ്പൊ ഐശ്വര്യമായിട്ട് എത്ര മാർക്കാണ് കൊടുക്കുന്നത്? ഞാൻ ഒരു 11 മാർക്ക്. 11,000 രൂപ. അത് കളിക്ക് കേട്ടോ. അടുത്ത പ്രൊജക്ടിനാണോ കൊടുക്കണേ? ഞാനും കൊടുക്കാം. ഞാൻ ഒരു 12. ഓ, ടോട്ടൽ 23 മാർക്കായിട്ടുണ്ട്. അപ്പൊ തന്നെ 23,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക ഗൂഗിൾ പേയിൽ അയച്ചോ. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. അത് കലക്കി. സന്തോഷമായോ? അപ്പം 2 ദിവസം ശാന്തി മുഹൂർത്തം ആഘോഷിക്കുക. അമ്മാവനൂടെ കിടക്കട്ടെ. ഉണ്ണിത്തത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. 65,000 രൂപയുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ഓൾ ദ ബെസ്റ്റ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ കുറെ അടിപൊളി സ്കിറ്റുകൾ ചെയ്ത വേറൊരു ഐറ്റം ടീമാണ്. വേറൊരു കിഡ്ലൻ സ്കിറ്റായിട്ട് വരാൻ പോകുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ട കുട്ടേട്ടൻ, കിഷോറേട്ടൻ, ബിജുചേട്ടൻ ആൻഡ് പ്രശാന്ത് ഏട്ടൻ. ഇത് ഐറ്റം വേറെ. അച്ചാറ് പറ. അല്ല അച്ചാ ചറ പറ. അച്ഛാ പറ അച്ഛാ. ഞാൻ ആകെ ടെൻഷനിലിരിക്കുന്നു. വെളുപ്പിനെയാണ് കിടന്നത്. അവളെ ലേബർ റൂമിൽ കയറ്റി. ഒന്നും ആയിട്ടില്ല. കുഞ്ഞ് സ്ഥാനം മാറി കിടക്കുന്നെന്ന്. കുഞ്ഞിന് ബോറടിച്ചിട്ടെന്നാ. ഈ സമയത്ത് തമാശ പറയാൻ നിൽക്കല്ലേ അച്ഛാ. കുഞ്ഞ് വയറ്റിൽ തലതിരിഞ്ഞ് കിടക്കുന്നെന്ന്. തമാശ കളയച്ച. ഞാൻ തിരിച്ച് വിളിക്കാം അച്ഛാ, തിരിച്ച് വിളിക്കാം. ടെൻഷനിലാണ്. കയറ്റിയതേ ഉള്ളൂ. വിളിക്കാം. എൻ്റെ ഹെഡ്ഫോൺ ഇരുന്ന് എവിടെ പോയി? അടിച്ചോണ്ട് പോയാ ഹെഡ്ഫോൺ? അണ്ണാ, അയ്യോ, ഹെഡ്ഫോണിൽ കയറി ചുറ്റിപ്പനഞ്ഞ് കിടക്കുന്ന അണ്ണാ. നിങ്ങൾ അരഞ്ഞാണത്തെ എൻ്റെ ഹെഡ്ഫോൺ കിടക്കുന്ന അണ്ണാ. അണ്ണാ, ഇതെങ്ങനെ എടുക്കുന്നു? എന്തോന്ന് ഉറക്കണ്ണ? ബോട്ട് ചട്ടിയില്ലേ കിടന്നുറങ്ങിയത്? പൊട്ടിക്കാം. ഞാൻ കാവ്യ മാധവനാണ്. അല്ല. നീ മീശ മാധവനാണ്. അല്ല. പിന്നെ എന്റെ അരഞ്ഞാണത്തിൽ കിടന്ന് പിടിക്കുന്നത്? അണ്ണാ, അരഞ്ഞാനത്തിൽ കണ്ട ഹെഡ്ഫോൺ ചുറ്റി പെരഞ്ഞ് കിടക്കുന്നെന്ന്. പാതിരാത്രി എന്തോന്ന് ഉറക്കണ്ണ? ആരോറങ്ങിയ ഇവിടെ? ആരോറങ്ങിയ? നിങ്ങൾ തന്നെ. എന്തൊരു കൊതുവായിരുന്നോ ഇവിടെ? കംപ്ലീറ്റ് ചോരയും കൊതു ഊത്തിക്കൊണ്ട് പോയടേ. സാധാരണ കൊതുവിന് മാംഗോ ജ്യൂസ് ആണോ കൊടുക്കുന്നത്? ചോരയിലെ കടിക്കുന്നു. അതെങ്ങനെ? ഇവിടുത്തെ ഹോസ്പിറ്റലായോണ്ടാണ്. ഗൾഫിലൊക്കെ ആയിരിക്കണായിരുന്നു. ഹൈടെക് അല്ലേ, ഹൈടെക്. ഗൾഫിലെ ജോലി ഉണ്ടായിരുന്ന? അയ്യോ, ഒന്നും പറയണ്ട. അവിടെ അറബിയുടെ കൂടെ അല്ലായിരുന്ന ഞാൻ. അറബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ ഞാൻ വേണം. അറബിയുടെ ഡ്രൈവർ ആയിരുന്നല്ലേ? അല്ല, അറബിയുടെ കാറിന്റെ ഡ്രൈവർ ആയിരുന്നു ഞാൻ. അറബിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കാല് കുത്തിയതും അറബിയുടെ ഭാര്യ ഗർഭിണി. നിന്റെ വീട്ടിൽ കെട്ടാൻ കൊള്ളൂല്ലോ. അതല്ല, ഞാൻ ജോലിക്ക് കയറിയപ്പോ അറബിയുടെ ഭാര്യ ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കാറിൽ എടുത്തിട്ട് നേരെ ലേബർ റൂമിൽ കൊണ്ട് കയറ്റിയതേ ഉള്ളൂ. ടക്ക് ടക്ക്. ഒറ്റ പ്രസവത്തിന് 2 കുട്ടികൾ. അവിടെ നിന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോ അറബിയുടെ ഭാര്യ വീണ്ടും ഗർഭിണി. ഞാൻ നേരത്തെ പറഞ്ഞു നിന്നെ വീട്ടിൽ കയറ്റാൻ. ഞാൻ അവിടെ അല്ല താമസം. വീണ്ടും ഇറങ്ങി നിന്ന് ഞാൻ നേരെ കാറിൽ കയറ്റി ലേബർ റൂമിൽ കൊണ്ടുപോയി. ലേബർ റൂമിൽ കയറ്റിയതേ ഉള്ളൂ. ടക്ക് ടക്ക് ഒറ്റ പ്രസവത്തിൽ 41 കുട്ടികൾ. 41 കുട്ടികളാ? ഈ അറബിയുടെ പേരെന്തോന്ന്? അലിബാബ. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു 41 കുട്ടികളെന്ന്. അല്ലാതെ ഇവിടുത്തെ മറ്റേ വൃത്തിയായിട്ട ഹോസ്പിറ്റലിൽ പോലെ ആർക്കും ഒരു ഉത്തരവാദിത്വം. വൃത്തിയായിട്ട ഹോസ്പിറ്റലിൽ ഇവിടെ ഇതുപോലെ കൊതുകടി ഉണ്ടെന്ന് പറഞ്ഞ് വൃത്തിയായിട്ട ഹോസ്പിറ്റൽ. സൈലൻസറാ? ലൈസൻസാ? നീയൊക്കെ എന്റെ എൻട്രി പഞ്ഞി കളഞ്ഞില്ല ബഹളം വെച്ച്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സൈലൻസ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രിയാണിത്. നിൽക്കാൻ പറ. അവിടുന്ന് മാറി. എടാ, അകത്തൊന്നും അറിയാത്ത പെണ്ണുങ്ങൾ പ്രസവിക്കാൻ കിടക്കുകയാണ് കേട്ടല്ലേ? ഒന്നും അറിഞ്ഞൂടാ അങ്ങനെ പ്രസവിക്കാൻ. അതല്ല, നീ കിടന്ന് ആവശ്യമില്ലാതെ ബഹളം വെക്കരുത്. അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം അറിയാല. 2 തറയിൽ വാരി അടിക്കും. അതുകൊണ്ട് മര്യാദക്ക് പറയാണ്, ബഹളം വെക്കാൻ ഇതൊരു ചന്തയല്ല. ഇത്ര നേരം അല്ലായിരുന്നു, ഇപ്പൊ ആയി. തങ്കമണിയുടെ ഹസ്ബൻഡ് ഉണ്ടോ? തങ്കമണിയുടെ ഹസ്ബൻഡ് ഉണ്ടോ? തങ്കമണി എ ആണോ? തങ്കമണി എ ആണോ യു ആണോന്ന് എനിക്ക് അറിഞ്ഞു. തങ്കമണിയുടെ ഹസ്ബൻഡ് ഉണ്ടോ?
എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നു. ആരെങ്കിലും ഉണ്ടെന്ന് കയറി പ്രായ മനുഷ്യനാണ് വിളിക്കുന്ന കേട്ടില്ല. ആരെങ്കിലും കയറി വരുമോ? ആരുടെ എവിടെ കിടന്ന് എടച്ചെന്ന് കിടക്കണ്ടാടാ വിളിക്കണ കേട്ടില്ല. തങ്കമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ? നിങ്ങളുടെ ഭാര്യയുടെ പേരെന്തോന്ന്? തങ്കമണി. നിങ്ങളല്ലേ ഹസ്ബൻഡ്, ഭർത്താവ്? ഓ എടാ, എനിക്ക് ഈ തങ്കമണിയുടെ മാപ്പിള എന്ന് കേട്ടാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടാ. എന്താണ് വിളിച്ചത്? തങ്കമ്മണിയുടെ മാപ്പിളെ, നിന്റെ ഭാര്യ പ്രസവിച്ചു, ആൺകുഞ്ഞ്, സുഖപ്രസവം. അയ്യോ അതിനു ഇവ എന്താ പറയാൻ പോയെന്നറിയാവോ? എന്റെ ഭാര്യ പ്രസവിച്ച് ഉടനെ തന്നെ കൊച്ചിന് ശിവപ്രസാദ് പേരിട്ടാന്ന്. ഇത് ആശുപത്രി മുമ്പിലെ അടിച്ച് തഴമ്പിച്ച് കളഞ്ഞ സാധനമാണ്. ഇനി പറയണ്ട കേട്ടല്ലോ. ഓക്കെ, ശരി ശരി. എന്റെ പിള്ളേക്ക് ബ്ലഡ് വല്ലതും വേണോ? എന്റെ കുഞ്ഞെന്താ ഡ്രാക്കുളയുടെ കുഞ്ഞാ? ഇത് പിന്നെ ഫ്രഷ് ആണല്ലോ. ഹോസ്പിറ്റലുകളിൽ അന്യം നിന്ന് പോയി എന്ന് കരുതിയ തമാശയാണ്. ഇപ്പോഴും 100 ഓടിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓടിച്ചോളാം. ഇത് പുറത്തെടുത്തോണ്ടോ? അത് ആ തുണ്ടെടുത്ത് പുറത്തിട്. എന്തിന്? എന്നിട്ട് ഞാൻ വെളിയിൽ പോയി അതിനെ എടുത്ത് അകത്ത് കൊണ്ടുപോയിക്കാം. അതല്ല പറഞ്ഞത്. ഈ തുണ്ടും കൊണ്ട് നീ പുറത്തു പോയി അവിടെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ കൊടുത്ത് മരുന്ന് വാങ്ങി തിരിച്ച് എന്റെ കൈ കൊണ്ട് തരാൻ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ഷൻ കാണിച്ചത്. എന്നെ കൊണ്ട് നീ കൂടുതൽ ആക്ഷൻ കാണിപ്പിക്കരുത്. എന്റെ അടുത്ത് പറഞ്ഞ കാര്യം. ഇവന്റെ ഭാര്യ പ്രസവിച്ചു, കുഞ്ഞ് ഇൻക്യുബേറ്ററിലാണ്. സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ച ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ്. ഇൻക്യുബേറ്ററിൽ അതേത് ജീവി? നീ വിഷമിക്കണ്ട, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഇവനും കൂടെ ഉണ്ട്. അല്ലല്ല, എന്താണെന്ന് കാര്യം പറ. എടാ, ഇവന്റെ ഭാര്യ പ്രസവിച്ചു, കുഞ്ഞിന് വളർച്ചയില്ലെന്ന്. പ്രസവിച്ചിട്ട് എത്ര സമയമായി കാണും? ഒരു 15 മിനിറ്റ്. അതിന് മുമ്പ് ഒരു കൊച്ചെങ്ങനെ വളരാണെന്ന്? എടാ, അതല്ല പറഞ്ഞത്. എടാ, കൊച്ചിന് വളർച്ചയില്ലാത്തോണ്ടേ ചൂട് കൊടുക്കാൻ വെച്ചേക്കാണ്. അങ്ങനെ ഈ ചൂട് കൊടുക്കണേനെ ഒരുപാട് പൈസ ആവോ? പിന്നെ ഒരുപാട് പൈസ ആവത്തില്ല. എന്റെ കൊച്ചിനെ തിണ്ണെ കൊണ്ട് കുറച്ച് ചൂട് പിടിപ്പിച്ചിട്ട് അകത്ത് കൊണ്ട് തരാം. അകത്ത് കിടക്കുന്ന മനുഷ്യ കുഞ്ഞാ, അല്ലാതെ ശിവകാശി പപ്പടമല്ല. ചൂട് എടുത്തിട്ട് കൊണ്ടുവരാം പറഞ്ഞു കേട്ടല്ലേ. എന്നെ കൂടെ കൂടുതൽ പറയിക്കരുത്. ഞാനാടാ ഇവിടെ പ്രസവം എടുക്കുന്നത്. കുഞ്ഞൊരു കടലാസ് എടുക്കണം ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയാം ഇങ്ങനെ. കൊള്ളാം. 6 വർഷമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക. എത്ര വർഷം? 6 വർഷം. നിന്റെ ഭാര്യയുടെ എത്രാമത്തെ പ്രസവം? 6ാമത്തെ. 6ാമത്തെ പ്രസവം. 6ാമത്തെ പ്രസവോ? എന്തിനിങ്ങനെ നോക്കണം? ഇവിടെ പച്ചവെള്ളത്തിൽ നിന്ന് പെട്രോൾ കണ്ടുപിടിക്കുന്നു. പിന്നല്ലേ ഇത്. എന്നാലും 6ാമത്തെ പ്രസവം എന്ന് പറയുമ്പോഴത്തേക്ക് ടെൻഷൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൂപ്പന് പെൻഷൻ ഉണ്ടാന്നല്ലേ ചോദിച്ചേ? ടെൻഷൻ ഉണ്ടാന്ന്. പിന്നെ ടെൻഷൻ ഇല്ലായിരിക്കും മനുഷ്യനാവുമ്പോഴത്തേക്ക്. കടിഞ്ഞൂലാണല്ലേ? ഇല്ലടാ, ടൊയിൽ നൂല്. ഇതിനകത്ത് ഉള്ള നൂലല്ലേ ചോദിച്ചത്. ഭാര്യയുടെ ആദ്യത്തെ പ്രസവമാണോ? അത് എന്റെ ചോദിക്കണേ. എങ്ങനെ അകത്ത് കിടക്കണം അവളോട് ചോദിക്കണ്ട. ആദ്യത്താണ് രണ്ടാമത്തെ? എഴുതുമ്പോ കോൺസെൻട്രേഷൻ ടെൻഷനാണ്. രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കോ? നീ താനാരാ? എന്തുവാ ചോദിച്ചപ്പോ കോക്കറി കുത്തി കാണിക്കുന്ന? രണ്ടുപേരും പൊട്ടന്മാരാ. എന്തെങ്കിലും പറയടാ. മിണ്ടല്ലെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട്. അയ്യോ, ഞാൻ അറിയാതെ മിണ്ടല്ലേന്നൊന്ന് മൊഴിഞ്ഞു പോയി. ഉടനെ അതിനെ പിടിച്ച് സൈലന്റ് കളിക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു കഷ്ടം എന്ന് പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ. എന്താണ്? സന്ധ്യക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണോ? സന്ധ്യക്ക് നിലവിളി സന്ധ്യനാമം ചൊല്ലുന്നത് നല്ലതാണ്. അതല്ല ചോദിച്ചത്. അകത്ത് 6ാമത്തെ പ്രസവത്തിന് കൊണ്ട് കിടത്തിയിരിക്കുന്നില്ല സന്ധ്യ, എന്റെ ഭാര്യയാണ്. അവക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യണോ? നീ ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ചോദിക്കട്ടെ. ചെക്കപ്പെടുത്താന്ന് അകത്തുനിന്ന് വന്നപ്പോ നോക്കാത്തത് എന്തോന്ന്? ചെക്കപ്പെടുത്താന്ന്. അതല്ലെന്ന്. സ്കാനിങ്ങോ ഈസിജോ അങ്ങനെ ചെക്കിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നാണ്. അതൊക്കെ ചെയ്ത്. എങ്കിൽ തുണ്ടെട്. തൊണ്ടടാ, തുണ്ട് വെച്ചപ്പോ മൊബൈൽ എടുത്ത് തരുന്നു. ഇതിനകത്തുണ്ടെന്ന്. എന്തോന്ന്? ഫോട്ടോ എടുത്ത് ചെക്കല്ലേ? ഫോട്ടോ അങ്ങനെയാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ മൊബൈലോട്ട് സെൻഡ് ചെയ്യ്. ഞാൻ ഡോക്ടർ കൊടുക്കാതെ. പെട്ടെന്ന്. സംഭവം ഞാനേ ആകെ ടെൻഷനിലിരിക്കുന്നെന്ന് അറിയാമോ? ഞാനും അവളും തമ്മിൽ ഡൈവേഴ്സ് ആകാൻ പോകുന്നത് പിണക്കത്തിലാണ്. എങ്കിൽ തന്നെ അവൾ അകത്ത് കയറ്റും വല്ലാത്തൊരു വിഷമം എനിക്ക്. ഡൈവേഴ്സിന്റെ വക്കീലാണോ? ഓ, ഡൈവേഴ്സിന്റെ വക്കീൽ. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ മാസം ഞാനും അവളെ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് അവളെ വീട്ടിലോട്ടും പോയി, ഞാൻ എന്റെ വീട്ടിലുമായി. അങ്ങനെ 9 വർഷമായിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. 9 വർഷം കൊണ്ട് വേർപിരിഞ്ഞ? ഈ 6ാമത്തെ പ്രസവം എന്ന് പറഞ്ഞിട്ട്? അത് വേറൊന്നുമല്ല. അവള് വീട്ടിൽ ചെന്നപ്പോൾ അവള് നേരെ ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഡൈവോഴ്സ് വേണ്ട, ഒരു അനുരഞ്ജന ചർച്ച നടത്തി കഴിഞ്ഞാൽ ഒത്തീർപ്പാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ വീട്ടിൽ അനുരഞ്ജന ചർച്ച നടത്താൻ വേണ്ടി ഞാൻ അവളെ വീട്ടിൽ ചെന്നു. ഇവളെ വീടെന്ന് പറഞ്ഞ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണ്. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങും, ട്രെയിന് ചറപറാന്ന് പോകും. പിന്നെ വല്ലതും മിണ്ടാൻ പറ്റുമോ? ഒന്നും മിണ്ടാൻ പറ്റൂല. മിണ്ടാതിരിക്കും. അങ്ങനെയാണ് ആദ്യം ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അനുരഞ്ജന. അതിനുശേഷം 4 പ്രാവശ്യം വീണ്ടും അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പോയി. അങ്ങനെ 4 കുട്ടികളും കൂടെ എക്സ്ട്രാ ഉണ്ടായി. അപ്പം ട്രെയിന് പോവേല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അനുരഞ്ജന ചർച്ചയ്ക്ക് നിങ്ങളെ വീട്ടിൽ വരുന്നില്ല, വേണമെങ്കിൽ അവൾ എന്റെ വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞു. അതാണ് 6ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ കയറ്റിയത്. നിന്റെ വീട് റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ്? അല്ല, എയർപോർട്ടിന്റെ അടുത്ത്. ട്രെയിനിനെക്കാളും സൗണ്ട് അല്ലേ. ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുലുങ്ങലോട് കുലുങ്ങലല്ലേ ഭൂമി. ഒന്നും മിണ്ടാൻ പറ്റൂല. അതാണ്. ഇവിടെ നിന്നെയൊക്കെ സമ്മതിക്കണോടെ. ഒരു കൊച്ചും 2 കൊച്ചായാലും ഇവിടെ കിടന്ന് പെടാപ്പാട് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ 6, 7, 8 പാരമ്പര്യമാണ്. എന്തോന്ന് പാരമ്പര്യം? എന്റെ അപ്പന് 18 കുട്ടികളാണ്. എത്ര? 18 കുട്ടികളാ? അപ്പന്റെ പേര് പറഞ്ഞ നാട്ടുകാർ അറിയുമല്ലോ. എന്തോന്ന്? പീറ്റർ മാഷിൻ. പീറ്റർ മാഷിൻ എന്നല്ല, പ്രിന്റിംഗ് മെഷീൻ. എന്റെ അപ്പൂപ്പനെ അങ്ങനെ വിളിച്ചാണ്. അത്താഴ പട്ടിണിക്കാരുണ്ടോ?
അത്താഴ പക്ഷിക്കാരുണ്ടോ? അല്ല, ആശയുടെ ബന്ധുക്കളുണ്ടോ? ആശയുടെ ബന്ധുക്കളുണ്ടോ? അല്ല, അത്താഴ പക്ഷിക്കാരുണ്ടോ എന്നാണ് കേട്ടത്. അങ്ങനെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തന്നെ അണ്ണൻ പറഞ്ഞത്. അതെന്താണെന്ന് അറിയാമോ? നോം ഇല്ലത്താണ് ജനിച്ചത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇല്ലത്തെ ഭാഷ കയറി അങ്ങോട്ട് വരും. അതുകൊണ്ടാണ് അങ്ങ് ക്ഷമിക്കുക. ഒരു പൂണൂലിന്റെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാ. നമ്മുടെ ഇല്ലത്തിന് പ്രത്യേകതയുണ്ട്. ഈ സന്ധ്യ സമയത്ത് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടേ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. അത്താഴ പ്രശ്നികരുണ്ടോ? അപ്പൊ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലാ ഉണ്ടിട്ട് കൈയടി കിടന്നോളം നാം അങ്ങോട്ട് പറയും. അതെ നോമേ, ആ കൊള്ളാലും ഇങ്ങോട്ട് തരിക. നോമേ ഇല്ലത്ത് ജനിച്ച കുട്ടിയാണ്, അതുകൊണ്ടാണ്. തീറ്റ ഇല്ലാത്ത വീട്ടിലെ കുട്ടിയാണെന്ന്. അത് നാം സഹിച്ചോളാം കേട്ടോ. അല്ല പിന്നെ ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കണം. എന്താണ്? വേറൊന്നും അല്ല കേട്ടാ. അതെ, എന്റെ ഭാര്യ പ്രസവിക്കാൻ കയറ്റിയല്ല, അവളെ വേദനിപ്പിക്കരുത്, ഒരു അപേക്ഷയാണ്. അവളെ മയക്കും. വേറെ കാര്യം വെച്ചല്ലേ, ഈ പ്രസവം നമ്മൾ കേട്ടിട്ടുള്ള 5 പ്രാവശ്യം കൊണ്ടുവരണമെങ്കിലും നിങ്ങളാകുമ്പോ അവിടെ നിന്ന് കാണുന്നില്ലേ? ഈ പ്രസവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഈ വെളിയിലല്ലേ നിൽക്കണത്, അകത്ത് നടക്കണെന്ന് അറിഞ്ഞൂടല്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമല്ല. പക്ഷേ നിങ്ങൾ ആണുങ്ങൾ ഒരു കാര്യം അറിയണം. ഞങ്ങളാണുങ്ങൾ അല്ല, നമ്മളാണുങ്ങൾ ഒരു കാര്യം അറിയണം. ഈ പ്രപഞ്ചത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ, ആർക്ക്? സ്ത്രീകൾക്ക് മാത്രമേ കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുള്ളൂ. മനുഷ്യ സ്ത്രീകൾക്ക് മാത്രം. അപ്പൊ ഈ മൃഗങ്ങളുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നതാ? എന്താടാ ഇങ്ങനെ കാണിച്ചിട്ട് പോയത്? ഇത്ര മുട്ടിയപ്പോ കുഞ്ഞനം കുത്തിയത് അറിഞ്ഞൂടെ? അയാൾ പോയി അലമാരിക്കകത്ത് കയറിയതിന്റെ കാര്യം. എടാ, മെഡിസിൻ എടുക്കാൻ പോയത് കണ്ടില്ല, എഴുതി വെച്ചേക്കണത് മെഡിസിൻ ആണെങ്കിൽ പുറത്തുനിന്ന് എടുക്കാമല്ലോ. അലമാരിക്കകത്ത് കയറിയാണോ ഇയാൾ തുണി എടുക്കാറുള്ളത്? അല്ലല്ലോ. അപ്പൊ അതിനകത്ത് കയറിയില്ലേ? സംശയമില്ലേ? നോക്കാം, നോക്കിയാലോ. തുറന്നു നോക്കാം. പതിയെ തുറക്ക്. വൃത്തിയോടെ കാണിക്കരുത്. ഞങ്ങളിവിടെ പച്ചയ്ക്ക് നിൽക്കുമ്പോഴാ. ആശുപത്രിയാണ്, ഇവിടെ അങ്ങനെ പരസ്യമായി മദ്യപിക്കാൻ പറ്റില്ല. അതിനൊരു ഒളിയും മറയൊക്കെ വേണം. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സസ്പെൻഷൻ കിട്ടും. സത്യം പല്ലി ചിലച്ചത് കണ്ട? നിങ്ങൾ വെള്ളം അടിച്ചാൽ പിണ്ടാ പറയുന്നത് തലയെ കൊണ്ട് ചെല്ലേ. എടേ, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ പല്ലി ചിലയ്ക്കും. ആ സത്യമാണത്, സത്യം. വീണ്ടും പല്ലി ചിലച്ചത് കണ്ട? നീ ഗൗളി ശാസ്ത്രം കേട്ടിട്ടുണ്ടോ? ജൗളി വ്യാപാരം കേട്ടിട്ടുണ്ട്. നിന്റെ ജൗളി ഞാൻ വലിച്ചു കേട്ടല്ലോ. എടാ, നീ ഗൗളി ശാസ്ത്രം കേട്ടിട്ടുണ്ടോ? അടിസ്ഥാന ശാസ്ത്രം ഞാൻ ഇപ്പൊ കണ്ട്. എന്തോന്ന്? നിങ്ങൾ അടിക്കുന്ന സ്ഥാനത്തിനുള്ള ശാസ്ത്രം. അതല്ല, നമ്മൾ എന്തെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ഏതെങ്കിലും ദിക്കിൽ നിന്ന് പല്ലി അപ്പോഴും ചലിച്ചിരിക്കും. കണ്ട, വീണ്ടും ചലിച്ചത് കണ്ട? ഉദാഹരണത്തിന് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു സർക്കാർ ജോലിക്കാരനാകണമെന്ന്. ഞാനൊരു സർക്കാർ ജോലിക്കാരനായില്ലേ? കണ്ടാ, പല്ലി ചലിച്ചത് കണ്ട? സത്യം. ഞാൻ വിശ്വസിച്ചല്ല. നീ വിശ്വസിച്ചല്ല? വിശ്വാസമായില്ലേ? കേട്ടോ, ഞാൻ കല്യാണം കഴിച്ചതും എന്റെ ഭാര്യയുടെ ബന്ധുക്കളും ആ പഞ്ചായത്തിലുള്ളവരൊക്കെ പറഞ്ഞെന്താണെന്നറിയാമോ? ഇത്രയും സുന്ദരനായ, സുമുഖനായ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനെ ആ പഞ്ചായത്തിൽ ഒരു പെണ്ണുകൾ കിട്ടിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ കേൾക്കാനല്ല, കേൾക്കണ്ടവര് കേൾക്കണ്ടേ? ആ പഞ്ചായത്തിൽ ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന്. ആ പന്ന പല്ലി ചത്താടാ. എന്റെ വായിലെന്തൊരു പഴം കയറ്റി വെച്ചേക്കുന്നു. അല്ലെങ്കിൽ കലകലാന്ന് ചിലക്കും. മനുഷ്യനാകെ ഒന്നാമത് ടെൻഷൻ പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞത് റിലാക്സ് ആണെന്ന് വെച്ചാൽ ആ പല്ലി സമ്മതിക്കൂല. നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ? അകത്ത് സ്ത്രീകളെ പ്രസവിക്കാൻ നടത്തിയിരിക്കുക, അവര് പ്രസവിച്ചോളും. അത് മാത്രമല്ല, ഡോക്ടർ പ്രസവം എടുത്തോളും. നിങ്ങൾ എന്താണ് ടെൻഷൻ അടിക്കണേ? എടീ, എന്റെ ഭാര്യ അകത്ത് പ്രസവത്തിന് കയറ്റിയിരിക്കുക. നിങ്ങൾ ജോലിയാണ് ആശുപത്രിയിലാണ്, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ്? ഞാൻ ജോലിന് ആശുപത്രി എന്നുള്ള ഇതൊന്നുമില്ല. ഞാനും പൈസ അടക്കണം. ഇപ്പൊ എന്നെ വിളിച്ചു പറയാ 5000 രൂപ അത്യാവശ്യമായിട്ട് അടക്കണമെന്ന്. എന്റെ പൈസ ഇല്ല, അതിന്റെ ടെൻഷനിലാണ് ഞാൻ എവിടെ പൈസ ഒപ്പിക്കുന്നു പറഞ്ഞ് നടക്കാൻ അറിയാം അവർക്ക്. ടെൻഷൻ അടിക്കണം. എന്റെ 5000 രൂപ ഉണ്ട്. നാളെ എന്നെ ഭാര്യ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നാ മതി. അല്ലെങ്കിൽ ടെൻഷൻ നമ്മളെ കാണിക്കും. ഒരു ബന്ധമില്ലാത്ത നീ എന്റെ കൊച്ചിന് വേണ്ടി എന്താണ് പറഞ്ഞത്? നിങ്ങളെ കുഞ്ഞെന്നാ? നിങ്ങളെ കുഞ്ഞെന്ന് പറഞ്ഞ എന്റെയും കൂടെ കുഞ്ഞല്ലേ? സത്യം. നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കേട്ടല്ലേ? ആ പല്ലിക്ക് ടൈമിംഗ് തെറ്റിയതാണ്. വിവരം കെട്ട പല്ലിയാണ്. ഉറപ്പാണ്? ആ പല്ലി വിചാരിച്ചേ ഞാൻ വെറും മണ്ടനാണെന്ന്. സത്യം. ഇപ്പോഴാണ് ടൈമിംഗ് കറക്റ്റ് ആയത്. ഗൗളി ശാസ്ത്രത്തിൽ എനിക്ക് വിശ്വാസമായി. നല്ലൊരു ആശുപത്രി, നല്ല കൈയടി. പ്രചോദേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ആശുപത്രി? ബിജു ചേട്ടാ, പ്രശാന്ത കിഷോറെ, നല്ല ലൈഫാണ് നിങ്ങളുടെ കളി എന്ന് പറയുന്നത്. നല്ല രസമുള്ള കളിയാണ് പ്ലേ എന്ന് പറയുന്നത്. നല്ല കൗണ്ടറുകൾ. പിന്നെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ
നിങ്ങൾ പറയാൻ പോകുന്ന കൗണ്ടർ ഇവിടെ പലയിടത്ത് തേയ്മാനം സംഭവിച്ച കൗണ്ടർ ആണെന്ന് പോലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. നീ പറയാൻ പോകുന്ന കൗണ്ടർ ഇവിടെ അടിച്ച് തേച്ചതാന്നൊരു സാധനം പറയുന്നുണ്ട് ഇല്ലേ, കിഷോർ പറയുന്നത്. ഞാൻ പറഞ്ഞു അതെല്ലാം രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഏക്കാതെ പോയൊരു സാധനം നമ്മൾ ആ കഥ പറച്ചില്ല, പ്രസവത്തിൻ്റെ ഒരു കഥ പറഞ്ഞില്ല, അതായത് ഇത്ര കുട്ടികളെ പ്രസവിച്ചു, അതങ്ങോട്ട് രജിസ്റ്റർ ആയില്ല. അവിടെ ഒരു ചെറുതായിട്ട് അതെന്ത് പറ്റാൻ എനിക്കറിയില്ല, അത് നിങ്ങളുടെ നിന്ന് വിട്ടുപോയതാണോ അതോ അതിനൊരു ചെറിയൊരു ടൈമിംഗ് പോയതായിരിക്കാം എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാര്യം നിങ്ങൾ ടൈമിങ്ങിൽ അസാധ്യമായിട്ട് പ്രശാന്തൊക്കെ സൈലൻ്റായിട്ട് കൗണ്ടർ ടൈമിങ്ങിൽ അടിക്കുന്ന ആളാണ്, ഉഗ്രം ടൈമിങ്ങുള്ള ആളാണ്. പിന്നെ പല്ലി എന്ന് പറയുന്നൊരു സാധനം ഗംഭീര ടൈമിംഗ് ആയിരുന്നു. അത് നിങ്ങൾ കളിച്ച് കയറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ മേളി കൊണ്ടുവച്ചു, ഉഗ്രം ക്ലൈമാക്സ് ആയിരുന്നു, നല്ല പ്ലേ ആയിരുന്നു. പിന്നെ കുറവുകളുണ്ട്, അത് നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ കളിയിൽക്കിടയിലുള്ള പ്രശ്നങ്ങൾ അറിയാം. കിഷോർ നല്ല ടയർഡാണ്. വല്ല പ്രോഗ്രാം ആയിരുന്നു ഈ അടുത്തെങ്ങാനും? ഇല്ല, ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര ടയർഡായിട്ട് നിൽക്കുന്നുണ്ട്, അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. ഇനിയും നല്ല സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. 3 തീർച്ചയായും താങ്ക് യു പ്രജേട്ടാ. നസീർക്ക, ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, എന്താണെന്നറിയോ, ഓണത്തിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിൽ ഉണ്ട്, ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ തട്ടിന്, നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്നും ഒരു ബാധകമല്ല. കുറവ് എപ്പോഴും കുറവ് തന്നെയാണ്, കൂടുതലുള്ളത് കൂടുതലുമാണ്. ഇത് നല്ലൊരു സാധനമാണ്, അത്യാവശ്യം എല്ലാവരും കളിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ തപ്പിയെടുക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം കണ്ടൻറ്റുകൾ പുതിയതാണ് തപ്പുന്നത് എപ്പോഴും, അല്ലേ? ഹോസ്പിറ്റലിലെ പ്രസവ വാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അത് തപ്പിയെടുത്ത് അതിൻ്റെ അകത്ത് കയറ്റാവുന്ന ഏരിയകളിലൊക്കെ കൗണ്ടറൊക്കെ കയറ്റി ഈ പല്ലി എല്ലുന്നത് വേറൊരു സാധനം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണെങ്കിൽ പോലും കുഴപ്പമില്ലാതെ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോയി. എന്തായാലും നിങ്ങളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചെറിയ സിമ്പിൾ സംഭവം അല്ല, നല്ല കണ്ടൻറ്റുകളുമായിട്ട് വരുന്നവരാണ്. അപ്പോൾ അതും അടുത്ത പ്രാവശ്യം നല്ല സംഭവങ്ങളുമായിട്ട് വന്ന് ഇതിലും വെടിക്കെട്ടായിട്ട് നേരത്തെ ചിരിപ്പിച്ച പോലെ ഇനിയും ചിരിപ്പിക്കുക നമ്മുടെ പ്രേക്ഷകരെ. തീർച്ചയായും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഇത് ചേട്ടാ, കിഷോറേട്ടാ, പ്രശാന്തേ, ബിജു നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രശാന്തൊക്കെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ റിഹേഴ്സൽ ചെയ്ത സാധനങ്ങൾ കൂടാതെ തന്നെ കയ്യിൽ നിന്നിട്ട് ഒരുപാട് ചെയ്യുമായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇവിടെ വലുതായിട്ട് അല്ലേ പോയില്ല. പക്ഷെ നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ കിഷോറേട്ടൻ വന്നപ്പോൾ, കമ്പൗണ്ടർ വന്നപ്പോൾ നല്ല ലെവലിൽ കയറി, ശരിക്കും നന്നായിട്ട് കയറി. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഗംഭീരമാക്കിയത്, ഇപ്പൊ ഗംഭീരമാണ്, ഇതിലും ഗംഭീരമാക്കുക. താങ്ക് യു ചേട്ടാ. അപ്പൊ കൈയോടെ നമുക്ക് മാർക്സ് കൊടുക്കാം. ആദ്യത്തെ മാർക്ക് ആരാ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. നസീർക്ക ഒരു 9 മാർക്ക്. 9,000 രൂപ. ഓക്കെ. രണ്ടാമത്തെ മാർക്ക് ഞാനൊരു 9 മാർക്ക്. അപ്പൊ ടോട്ടൽ 12,000 രൂപ ആയിട്ടുണ്ട് ചേട്ടാ. ബാക്കി ബാലൻസ് ചെയ്ത് ഞാൻ അയച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കും, അതുകൊണ്ടാ. അപ്പൊ ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ. അടുത്ത പ്രാവശ്യം ഇതിൽ ഉഷാറായിട്ട് ഗംഭീരമായിട്ട് തിരിച്ചു നമ്മൾ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കും. മാർക്കല്ല, ക്യാഷ്. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. പത്തനംതിട്ട സൈഡിൽ നിന്ന് നമ്മുടെ പിന്നെ ഷോയിലൂടെ വന്ന ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിയൊരു കിടിലൻ ടീമാ വരാൻ പോകുന്നത്. പേര് പറയണ്ട, അറിയാം. വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം രാജേഷ് കൊട്ടാരത്തിൽ, സുജിത് ആൻഡ് ഹരി. വേറെ കണ്ടോ കാക്കുയിലെ പൊട്ടുടുത്തു പൊട്ടുമാലയിട്ടെന്റെ കസ്തൂരി അരകിഞ്ചിങ്കാരി. കണ്ടോ അയ്യോ, എന്റെ ട്രിപ്പ് തീർന്നു. അയ്യോ, നിർത്ത ഇതാരായി കിടക്കുന്നേ? അണ്ണാ രഘു അണ്ണാ, വന്നത് കാര്യമായി. ഇത് തീർന്നണ്ണ, ഒന്ന് പറയണ്ണ. അയ്യോ, ഞാൻ പോയി പറയാം കേട്ടോ. സാറേ, അത് തീർന്നു കിടക്കുവാന്നോ? നമ്പർ ഇങ്ങോട്ട് പറഞ്ഞേ. പുള്ളിയുടെ വീട്ടിലെ നമ്പർ പെട്ടെന്ന് പറയാൻ. പുള്ളി തീർന്നല്ലെന്ന്, മരുന്ന് തീർന്നു കിടക്കുവാ. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്കിത് വലിച്ചൂരാൻ എനിക്കറിയത്തില്ല. എന്റെ ഭാര്യ അവിടുത്തെ സിസ്റ്റർ, ഞാൻ അവളെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ചോദിക്കേ. ഈ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അവള് പറയുന്ന വീട്ടിലെങ്കിൽ വരുമെന്ന്. നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന കാര്യമല്ല പറഞ്ഞു, മരുന്ന് തീർന്ന ട്രിപ്പ് തീർന്ന ഇവിടെ കുത്തിയിട്ടിരിക്കുന്നത്. ശരി. ഒന്നൂര് വീട്. കാര്യം അണ്ണന്റെ കാലിന് പിന്നെ സുഖമില്ലാവെന്നാ? കാലിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ വീൽ ചെയർ കയറി വന്നെന്തിനാ? ഞാൻ 9ാം വാർഡ് വരെ പോയായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു വണ്ടി ഇങ്ങോട്ട് ചുമ്മാ കാലി അടിച്ചു വരുവാ. അന്നാ ഒന്ന് കയറി അത് ട്രിപ്പ്. ഞാൻ ചോദിച്ചു എന്നെ അങ്ങോട്ട് ഇറക്കാമെന്ന് ചോദിച്ചാൽ ഇറക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ വന്നിറങ്ങി. കാലിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവന് ഓർമ്മയുണ്ട്, പണ്ട് നമ്മളിവിടെ കടന്ന് 3 പേരുമായിട്ട്. അയ്യോ, അവനൊരു കുറവുണ്ട് ഇല്ലയോ? അവന്റെ കുറവ് കാണിക്കുന്നുണ്ട്. സോമനില്ലാത്തൊരു പ്രശ്നമുണ്ട് വല്ലാത്ത. അവനോട് അടിച്ചങ്ങ് പൊളിക്കായിരുന്നു നമുക്ക്. പിന്നെ ഹലോ, ഇവിടെ ഡോക്ടറുണ്ട്. നിങ്ങൾ കിടന്ന് സംസാരിച്ചാലോ? ഡോക്ടർ എന്നെ അവൾക്ക് പറയുന്നത് അറിയാമോ? ആ കണ്ണ് കണ്ടിട്ട് എന്തോ പരിചയമില്ലേ? എനിക്ക് ഡൗട്ട്. മാസ്ക് ഒന്ന് മാറ്റിക്കേ.
മാസ്ക് മാറ്റിക്കേ. എടാ സോമ നീയാ? സോമൻ നീ എന്താണ് ഈ വേഷത്തിന്? അത് അറിഞ്ഞില്ലയോ? ഇല്ല. അന്നത്തെ ആ ട്രിപ്പിന്റെ പ്രശ്നം നിങ്ങൾ മറന്നുപോയോ? ഓ ഇല്ല, വെള്ളിമൂങ്ങ വിളിച്ചോണ്ട് ആ സിസ്റ്ററെ ഞാൻ കല്യാണം കഴിച്ചു. സിസ്റ്ററെയോ? അവള് വാങ്ങിച്ചു തന്ന ജോലിയല്ലേ ഇത്? ഇല്ല, എന്റെ മോനെ അടിച്ചു കയറി വാ. അതല്ല, എന്റെ മോന് 3 വയസ്സ്. അത് പറ. അത് ശരി. അന്ന് ഇവിടെ ട്രിപ്പായിട്ട് കടന്നിട്ട് ഇവനെ ഉള്ള രക്ഷപ്പെട്ടു പോയതല്ലയോ? ഇവനെ മാത്രം അത് ഗുണം പിടിച്ചോളൂ, സത്യം പറഞ്ഞ. എന്റെ സോമാ, ഇതൊക്കെ നീ എന്തിനു വന്ന് കിടക്കുവാ? എന്റെ പൊന്നാണ്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നില്ലയോ? ഞാൻ പിന്നെ ഇവിടെ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയി ഞാൻ പോയിട്ട് ഇപ്പൊ ഈ ഓണം ആയതുകൊണ്ട് നാട്ടിൽ വന്നതാ. നാട്ടിൽ വന്നോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അവിടെ ഓണമൊന്നും ഇല്ലയോ? പിന്നെ അവിടെ ഓണം ഉണ്ട്, ഗൾഫ് ഓണം. ഗൾഫാണോ? ഓണമൊന്നല്ല, ഗൾഫിൽ പോണോന്നാ. ഗൾഫിൽ പോയാലല്ലേ ഓണം ആഘോഷിക്കാൻ പറ്റും അവിടെ. അവിടെ ആഘോഷത്തിന് നമ്മുടെ നാട്ടിലെ പോലെ പുലിക്കളിയോ വല്ലതും ഉണ്ടോ അവിടെ? പിന്നെ ഓണം എവിടെയൊക്കെ ഉണ്ട്? അവിടെ എല്ലാം പുലിക്കളി ഇല്ലേ ഉണ്ടോ? അവിടെ പുലി വല്ലതും ഉണ്ടോ അവിടെ പുലിക്കളി കളിക്കാൻ? അവിടെ ഉള്ളത് ഒട്ടകക്കളിയാ. ഒട്ടകക്കളിയോ? ആ മുതുകും വെച്ചോണ്ടോ? അത് പോകുന്നത് കാണണം. ഇങ്ങനെ പോടാ. സൂപ്പറാ. എനിക്കെന്നാ ഞാനിത് അതിശയം വരുന്നു കേട്ടോ. ഞാൻ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടേ നീ ഭയങ്കര തലവേദന. ഞങ്ങൾ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാ. കാണിച്ചോ? എക്സ്റേ എടുക്കാൻ പറഞ്ഞായിരുന്നു. എക്സ്റേ കൊണ്ടുവരാൻ പറഞ്ഞ കൊണ്ടുവന്നു. പക്ഷേ അങ്ങ് ടെൻഷൻ, അറിയുന്നിടം വരെ ടെൻഷനാ. നീ സോമൻ സാറിനെ കൊടുക്കും. സോമൻ സാറിനെ കൊടുക്കും. വേറെ കാര്യം ഞാൻ പെട്ടെന്ന് പറയുക, എന്നെ സാറേനെ വിളിക്കാവൂ കേട്ടോ. കാരണം ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. എന്നെ നിങ്ങൾ അല്ലെങ്കിൽ സോമാന്ന് വിളിക്കാതെ സോമൻ സാറേ, അല്ലെങ്കിൽ ചുരുക്കി സോസറിന് അങ്ങ് വിളിച്ചാൽ മതി. സോസറോ? സോസറിന്റെ കപ്പ ഇവിടെ കപ്പ് മുകളിലുണ്ട്. അവള് ട്രിപ്പ് നിർത്തിയിരിക്കുക. ആ എക്സ്റേ ഇങ്ങോട്ട് വന്നേ. പക്ഷെ നിന്റെ പേര് ജീവൻ എന്നല്ലയോ? ഇതിന്റെ അകത്ത് ഏതാണ്ട് രാഘവൻ എഴുതിയേക്കുന്നു. അതെന്റെ മാമന്റെ തലയുടെ എക്സ്റേ ഇല്ലയോ? അവിടെ മാമന്റെ തലയുടെ എക്സ്റേ ആണ്. നിനക്കല്ലേ തലവേദന? ഈ മാമൻ കാരണമല്ലേ എനിക്ക് തലവേദന. മാമന്റെ എക്സ്റേ അല്ലേ കൊണ്ടുവരേണ്ടത്? അല്ല അണ്ണൻ എന്താ പറ്റിയതാ? എന്റെടാ, എനിക്ക് മറ്റേ ആ മറവിയുടെ അസുഖം പിന്നെയും കൂടിയടാ. അയ്യോ, പണി കഴിഞ്ഞ് രാത്രി വേറെ വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറുക. എന്നിട്ട് പ്രശ്നമായി. വീട്ടില് അങ്ങ് പ്രശ്നമായി കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇന്നാളത്തെ കൂടെ അങ്ങ് തൂങ്ങിച്ചാകാം. ഫാനെ കയറി എല്ലാം സെറ്റ് ചെയ്തടാ, എല്ലാം റെഡി ആക്കിയിരുന്നു. ചാടാൻ തുടങ്ങി എന്റെ ഇളയിറക്കം മെന പിടിച്ചോ മതി. ഫാനിന്റെ സ്വിച്ച് അങ്ങിട്ടു. ആ ലീവ് വന്ന ഒരൊറ്റ അടി ഇവിടെ. അവിടെ തല്ലി അലച്ച് പല്ലി വീഴുമ്പോലെ താഴെ. എന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മതി, അല്ലെ ഞാൻ അന്ന് ചത്തുപോയത്. സത്യമായിട്ട്. കാലിന്റെ വേദന പിന്നെ വന്നു. പഴയ വേദന കാണിച്ചില്ലയോ? കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, കാലിന്റെ വേദന അല്ലയോ, കൈയോടെ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. ആ എക്സ്റേ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അന്നായി തോന്നുന്നു. ഇതോടെ ഒന്ന് നോക്കിക്കേ. അതൊക്കെ നോക്കാം. സോസറേ, കാലിന്റെ ഇത് ഓക്കെ. അല്ല ഇതെന്തോ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? കൈക്കൊരു പ്രശ്നമില്ല. പിന്നെ കൈയുടെ എക്സ്റേ എടുത്ത് വെച്ചേക്കുന്നു. അത് ഡോക്ടറോട് ഞാൻ പറഞ്ഞല്ലോ കാലിന്റെ വേദനയാന്ന്. ഡോക്ടർ പറഞ്ഞ് കയ്യോടെ എടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, കാലിന്റെ എക്സ്റേ കയ്യോടെ എടുക്കണം, പെട്ടെന്ന് എടുക്കണമെന്ന്. 250 രൂപ ആ വിധത്തിൽ അങ്ങ് പോയി. അതെന്തോ അലും കൊള്ളാം. അല്ല എന്നാലും സോമൻ സാർ നമ്മുടെ കാണിച്ച പണ്ണ പരിപാടിയാ. എന്തോ കല്യാണം വിളിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും, നമ്പർ ഉണ്ടായിട്ട് 2 എണ്ണത്തിനെ മാറി ഞാൻ വിളിച്ചത്. എന്റെ ഫോണിൽ വിളിച്ചിട്ടില്ല. എന്റെ ഫോണിൽ വിളിച്ചിട്ടില്ല. ജീവനെ കള്ളം പറഞ്ഞതിനെ വിളിച്ചില്ല ഞാൻ. രഘുവണ്ണനെ വിളിച്ചു. അതിനെ പറയുന്നത് എന്തോന്ന് പറയാ, ബാലൻസ് ഇല്ല. ഞങ്ങൾക്കോ? എന്റെ ഫോണിൽ അന്നേരം അങ്ങോട്ട് സമയമുണ്ടോ? തന്നെയല്ല ഇവക്കെ കുത്തിവെപ്പൊക്കെ എടുക്കാൻ വേണ്ടി സിസ്റ്റർ അല്ലയോ? അങ്ങോട്ട് പെട്ടെന്ന് ഒരു രാത്രി തന്നെ പിടിച്ച് കല്യാണം നടത്തി. കല്യാണം കഴിച്ചു. കുഴപ്പമില്ല. ഇന്ന് വൈകിട്ട് നമുക്ക് ചെലവ് ചെയ്താൽ മതി. ആ ഒരു പ്രശ്നം അവിടെ തീരുവാ. അതെ. പക്ഷെ ഞാൻ നാളെ മോർച്ചറിയില്ല. അയ്യോ, കുടുംബ പ്രശ്നവും തുടങ്ങി. എന്തോ ചെയ്യും, അവൻ വേഷം പഠിച്ചിട്ടങ്ങാണ്ട് നിൽക്കുക. നാളെ അവൻ മോർച്ചറിയില്ല. അവനറിയാം മോർച്ചറി കിടക്കുകയും ചെയ്യോ? എന്റെ മണ്ടന്മാരെ അതാണോ പറഞ്ഞത്? നാളെ എനിക്ക് മോർച്ചറിയില്ല. ആ ഡ്യൂട്ടി. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മാമൻ എന്നും വയറുകടിയാ. ഇപ്പൊ അവിടെ കാണിച്ചപ്പം പറയുവാ ഡെന്റൽ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ. ഡെന്റൽ ഡോക്ടറെ കാണിക്കുന്നേ? നീ ഉദ്ദേശിക്കുന്ന വയറുകടി അല്ല. മാമൻ ഇലക്ട്രീഷ്യൻ. അപ്പൊ വയറുകടിക്കുക, എന്നും വയറുകടിയാ. പിന്നെ രഘുവണ്ണ OP എടുത്തായിരുന്നു? OP എടുത്തു. അവിടെ അത് അടിച്ചിട്ട് ഡോക്ടറെ കിഴം പോയി എന്നെ വാടകയെന്നറിയോ? അതല്ലെന്ന് OP ചീട്ടെടുത്തു. OP ചീട്ടെടുത്തു. OP ചീട്ടെടുത്ത് അന്നാ ഇത് ഫെബ്രുവരി 29-ാം തീയതി വരാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ഫെബ്രുവരി 29-ാം തീയതിയാണ് ഇവിടെ വന്നതാ. ഒരൊറ്റ ജീവനക്കാർ ഇവിടെ ഇല്ലായിരുന്നു. അതെന്തുവാ, തിരുവനന്തപുരത്ത് മാർച്ചായിരുന്നു. തിരുവനന്തപുരത്ത് മാർച്ച് ആയിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ ഫെബ്രുവരി 29 അല്ലായിരുന്നു. അതല്ലെന്ന്, അന്ന് ഡോക്ടേഴ്സിനെല്ലാം തിരുവനന്തപുരത്ത് ഒരു മാർച്ച് ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൽ. അതിന് പോയിരിക്കുമായിരുന്നു. നിങ്ങളെ സമരം അങ്ങ് നടക്കട്ടെ. അങ്ങനെ നിന്റെ ചീട്ടിങ്ങാണ്. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കും, നിങ്ങളെ പേര് വിളിക്കും ഡോക്ടർ. അപ്പോഴേ എല്ലാവരും ഇറങ്ങി വരാം. ചുമ്മാ ഇറങ്ങി ചാടരുത്, ഡോക്ടർ വഴക്ക് പറയും. പിന്നെ നല്ലൊരു ഡോക്ടറാ. ആണോ? എല്ലാ അസുഖത്തിനും ചികിത്സിക്കുവോ? മമ്മൂട്ടിയുടെ കൂട്ടിരിക്കുക. അതാണോ പ്രശ്നം? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. ഞാൻ നാളെ വീട്ടിൽ പോകും. അതല്ലേ അവൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്ന? നമ്മളെന്തിനാ അറിയുന്നത്? ഞാനിപ്പോ സംശയിച്ചോട്ടെ, നമ്മളെ ബ്ലഡിലേ കോമഡി വല്ലതും പറയാം. ബ്ലഡ് അതാര് പറഞ്ഞു? ഡോക്ടറിന് പറയാ ബ്ലഡ് കൗണ്ടർ കുറവാ. നീ എന്താ ചെയ്യും?
എനിക്കറിയില്ല മാതള നാരങ്ങ തിന്നാ മതി എന്ന് പറയുന്നു. അപ്പൊ ഈ മാതള നാരങ്ങ തിന്നിട്ടാണ് എല്ലാരും ഈ കൗണ്ടർ പറയുന്നത്. ആ എനിക്കറിയത്തില്ല. ഇവിടെ എന്താ പറയുക ക്രിക്കറ്റ് കളികളുണ്ടോ? ഇല്ല ഇല്ല. ഇതെന്തോ ഇത്? ഡോക്ടർ പറഞ്ഞ് കട്ടിയുള്ള ആഹാരം ഒന്നും കഴിക്കല്ലേന്ന്. അവിടെ ഞാൻ ബോണ്ട മേടിച്ചിട്ടെ അല്ലെ കട്ടി കരിന്തൊലി ഇല്ലയോ അതെല്ലാം വലിച്ചളക്കി കളഞ്ഞിട്ട് വെച്ചിരിക്കും. പിന്നെ കഴിക്കാനൊക്കെ ഉണ്ട്. ആഹാരത്തിന്റെ കട്ടി കുറച്ച് വെച്ചേക്കുവാ. ഇന്നലെ എന്നെ എന്തോ കയറി കടിച്ചു. എന്നാ വേദനയാണെന്നറിയാവോ? കാണിച്ചേ. കാണണ്ടേ? അയ്യോ ഇത് പഴുതാരയാ. ഒന്നും പല്ല് പതിയത്തില്ലയോ? എടാ മുതുക്ക് എന്നെ പല്ല് പോയ പഴുതാരയാണ്ട് വന്ന് ചപ്പിട്ട് പോയതാ. പഴുതാര കടിച്ചാൽ എന്തോ ചെയ്യണ? പഴുതാര കടിച്ചു കഴിഞ്ഞാൽ എന്തോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് എവിടെയും പോയാൽ കിടന്നങ്ങ് ഉറങ്ങും. അല്ലെങ്കിൽ അതിനാരും തല്ലിക്കൊല്ലും. അതല്ല പറഞ്ഞേ. ഇത് മാറാൻ എന്തോ ചെയ്യണം? തീറ്റി എടുക്കണോടാ. ഇതും കഴിച്ചിട്ട് ഞാൻ തീറ്റി എടുത്തോണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടാ ആ തീറ്റി അല്ല. എടാ ഞാൻ പറഞ്ഞ ടൈറ്റാനിക് എന്നുള്ള ടീ ഇല്ലയോ ആ ടീ. ഓ ആറ്റില്. ആറ്റിലല്ല തോട്ടില്. നിങ്ങളോട് 2 പേരോടും പറഞ്ഞ് ഇവിടെ കിടന്ന് വാവക്കരുതെന്ന് എന്തോ ഒച്ചയും മകളോ. ഡോക്ടർ എന്നെ കിടന്ന് വഴക്കറിയല്ലയോ? ഞാൻ ചോദിക്കട്ടെ എന്നെ എപ്പോഴാ വിളിക്കുന്നേ? ഇപ്പൊ എത്ര വയസ്സായി? 47. ആ താമസിക്കാതെ വിളിച്ചോളൂ. എങ്ങനെ നടന്നവനാ? വെള്ളിമുങ്ങയും വിളിച്ചോണ്ട് വാലിൽ നിന്ന് കിടന്നോ? ഇപ്പൊ ജാട കണ്ടോ? അയ്യോ അന്ന് ആ വെള്ളിമൂങ്ങിനെ വിളിച്ചോണ്ട് പോയ ട്രിപ്പിന് പോയത് കൊണ്ടേ എനിക്കൊരു ജോലിയായി കിളി പോലൊരു പെണ്ണിനെ കിട്ടി. നിനക്ക് അതേ കിട്ടത്തുള്ളൂ. ഇവൻ അതേ കിട്ടത്തുള്ളൂ. എന്തുവാ? കിളി പോയ പെണ്ണ്. കിളി പോയ പെണ്ണെന്നാണോ പറഞ്ഞേ? കിളി പോലെ ഇരിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയില്ല. ഗുളിക കഴിച്ചില്ല. ഗുളിക കഴിക്കടാ. ഇവിടെ അസുഖം മാറണ്ടാടാ. നിന്റെ നീ ഇന്നാള് ഇതുപോലെ അറിയുമ്പോൾ ഗുളിക കഴിക്കുകയല്ല. അയ്യോ പിന്നെയും പോയി അന്നത്തെ. ഇല്ല ഇത് ഞാൻ പിടിച്ചു. നിന്റെ വെള്ളത്തിൽ എനിക്കറിയായിരുന്നു മോനെ. ഇത് നീ അങ്ങ് തിന്നച്ചാ മതി കേട്ടോ. അണ്ണൻ ഗുളിക കഴിച്ചാ? ഇല്ല എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലടാ. എരിച്ചില്. ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും അത്. ഗ്യാസിന്റെ പ്രശ്നം വന്നാൽ അങ്ങനെ ഉണ്ടാവുമോ? പിന്നെ എന്നാ സൂര്യ ഒന്ന് വിളിക്കട്ടെ. സൂര്യ എടി നീ ആ ഗ്യാസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എളുപ്പം വാങ്ങിക്കള. എന്റെ വയർ എരിയുക. അയ്യോ ആ വീട്ടിലെ ഗ്യാസിന്റെ അല്ല. അണ്ണൻ ആഹാരം കഴിച്ച് ദഹിക്കാതെ ഗ്യാസ് ട്രബിൾ പ്രശ്നം ഉണ്ടാക്കുക. നീ അത് ആദ്യം പറഞ്ഞോ? സൂര്യ പോൺ വെക്കല്ലേ. നീ ആ ഗ്യാസിനകത്ത് എന്തെങ്കിലും വെച്ച് പിള്ളേർക്ക് കൊടു. ഞാൻ എരിഞ്ഞങ്ങ് നീറിക്കോളാം. ഇപ്പം മാറി മാറി വർത്താനം പറയാം ഇന്നാളത്തെ പോലെ. നാളെ എനിക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടിയാണേ. നാളെ രാത്രി എല്ലാവർക്കും നൈറ്റാ? അതല്ലെന്ന് നാളെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിട്ടിരിക്കുന്നേ. എന്തോ നാടേ പറയണേ. അതല്ലെന്ന് പിറ്റേന്ന് ഡേ ഡ്യൂട്ടി ഇട്ടിരിക്കുവാന്നോ? പകല് ഡ്യൂട്ടി ആന്നവന്. അതെന്തോന്ന് ചോദിച്ചാൽ എന്റെ അളിയൻ ഭൂട്ടാനിൽ നിന്ന് വരുവാ. അപ്പൊ റെമ്മു കൊണ്ടുവരും ഭൂട്ടാനിൽ നിന്ന്. അതാണോ ഈ റംബൂട്ടാൻ? പഴവാ? ഞാനോ? അല്ല നീ പറഞ്ഞത് റംബൂട്ടാൻ ഒരു പഴവാന്നാ ഞാൻ പറഞ്ഞു. എന്തോ പറയുക. ഭൂട്ടാനിൽ റെമ്മു കൊണ്ടുവന്ന് ഞാൻ എന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും. അത്രേ ഉള്ളൂ. അതവിടെ തീരും ആ പ്രശ്നം. എന്റെ അനിയന്റെ ഭാര്യ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കൊല്ലി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് വേണമെന്ന്. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞപ്പം രാഹുൽ റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർണാടകയിൽ ആള് വരുന്നേ? കർണാടകയെന്നോ? രാഹുൽ റെഡ്ഡി വരുമെന്ന് പറഞ്ഞു. രാഹുൽ റെഡ്ഡി അല്ലടാ. രാഹുൽ വരാൻ റെഡി ആയിട്ട് ഇരിക്കുവാണെന്ന്. ഓ അങ്ങനെ. ബ്ലഡ് തരാനൊക്കെ ഉണ്ട്. ശരി അടിക്കാതെ മഹേഷ് വിളിക്കുന്നു. എന്തോടാ? അപ്പൂവൻ മരിച്ചോ? 19 വയസ്സായില്ലയോടാ. എത്ര മണിക്ക് ജയിപ്പിക്കുന്നേ? അടക്കുവാന്നോ? അപ്പൂവിന്റെ ആഗ്രഹപ്രകാരോ? ഷോപ്പെട്ടി മേടിക്കാൻ എന്റെ അറിവ് ഷോപ്പെട്ടി കടവല്ല. എനിക്ക് ഒരു മിനിറ്റ് അണ്ണന്റെ അറിവ് ഷോപ്പെട്ടി കടവല്ലോ ഉണ്ടോ? വെക്കല്ലേ അണ്ണന്റെ കൊടുക്കും. അണ്ണൻ പറഞ്ഞു തരും. ഹലോ മക്കളെ, നിങ്ങൾ ഒരു കാര്യം കൊട്ടാരക്കരെ ചെന്നിട്ടേ എപ്പോഴും തൂങ്ങിച്ചാകാൻ നടക്കുന്ന ആഞ്ഞിലിമൂട്ടിലെ രഘുവണ്ണം പറഞ്ഞാന്ന് പറയണം. എന്നിട്ട് പറയണം ഒരു ശവപ്പെട്ടി വേണം. എന്നാലും പുള്ളി വില കുറച്ച് തരും. പിന്നെ ഒരു കാര്യം പുള്ളിയോട് പറയരുത്, ഇത് എന്തോ ഉപയോഗത്തിലാന്ന് ഒരു കാരണവശാലും പറയരുത് കേട്ടോ. ഓക്കെ. പിന്നെ ജീവ നിനക്ക് ട്രിപ്പ് ഉണ്ട് കേട്ടോ. ആണോ? മനസ്സിലായ? ഇല്ല. ഇവിടെ ഏതോ സിസ്റ്റർ കല്യാണം കഴിക്കാൻ നിപ്പോണ്ട്. എന്താ പറഞ്ഞിട്ടില്ല എനിക്കും ട്രിപ്പ് ഉണ്ടെന്ന്. ഏടാ പൊട്ട, ഏതേലും ഒരു പൊട്ടന് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞ് എല്ലാ പൊട്ടനും ലോട്ടറി അടിക്കുവോ? പോയി മരുന്ന് കഴിക്കടാ. അതിപ്രശസ്തമായ ഹോസ്പിറ്റലിന്റെ 2ാം ഭാഗം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കൈഡി പ്രജുദേട്ടാ. രാജേഷ്, ഹരി, സുജിത്ത്, ഒന്നാമത് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വിജയമാണ്. അതിനാദ്യം ഒരു ഉഗ്രം കൈഡി തരികയാണ്. നിങ്ങൾ ഓരോ പാർട്ട് ബേസ് ചെയ്യുന്നത്. എനിക്ക് ഇതിനകത്ത് ആകെ തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കൗണ്ടർ, അസാധ്യ ഉഗ്രം കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് നിങ്ങളത് മറന്നു പോയതാണോ അതോ റിഹേഴ്സൽ കുറവാണോ ചില സാധനങ്ങൾ അടിക്കാൻ ഒരു ലാഗ് വന്നു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതെന്താണ്, റിഹേഴ്സലിൻ്റെ കുറവ് കൊണ്ടാണോ അതെന്താ പറ്റിയത്? റിഹേഴ്സലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമുക്ക് ആ കളിയിലുണ്ടായിരുന്നു. കാരണം നിങ്ങളൊന്ന് ഓർത്തെടുത്ത് ആ ഡേ ഒക്കെ പറയാൻ നേരം ആണെങ്കിൽ പോലും അതിനൊക്കെ കാര്യം അങ്ങനെ കൈയടി കിട്ടേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ചിരിച്ചു വരുമ്പോൾ ഒരു സാധനമായിട്ട് ചില സാധനങ്ങൾ ഭയങ്കര ലാഗ് ചെയ്യുന്നു. ആ ലാഗ് എന്ന് പറയുന്നത് ഇനി അത് പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടം നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും. ഇനി അത് കഷ്ടപ്പാട് തന്നെയാണ്. ഓരോ സ്കിറ്റ് കളിക്കുമ്പോഴും അതാണ്. ഈ സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് നിങ്ങൾക്കായിട്ട് ദൈവം തന്ന ഒരവസരമാണ്. അത് നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക. നിങ്ങൾ മലയാളികൾ അറിയുന്ന ഉഗ്രൻ ആർട്ടിസ്റ്റുകളായി മാറേണ്ടവരാണ് കേട്ടോ. അപ്പം
പൊളിക്കാം, അടുത്ത സ്കിറ്റിന് പൊളിക്കാം. ഓക്കെ, താങ്ക് യു പ്രജേട്ടാ. ഈ പൊടിയൻ കൊച്ചേട്ടൻ എത്ര ഇത് കളിച്ചു? ഫസ്റ്റും സെക്കൻഡും തേർഡും കളിച്ചു. പക്ഷെ ഇതിന്റെ സെക്കൻഡ് പിടിച്ചപ്പോൾ ആ സെക്കൻഡിനെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു സാധനങ്ങൾ കയറിയില്ല എന്നുള്ളതാണ് സത്യം. അതല്ല, ഗ്യാസ് മാത്രമേ വലിയ കുഴപ്പമില്ലാതെ കയറിയുള്ളൂ. ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സുഖമായില്ല. പിന്നെ ഒരു സാധനം പറഞ്ഞ് അടുത്തതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ടൈമിങ് ഭയങ്കര ലാഗാണ്. അത്രയും ലാഗ് പാടില്ല. ഇതൊക്കെ നല്ല രീതിയിൽ കളിച്ചെടുക്കാവുന്ന ഒരു സാധനമാണ് ഈ കണ്ടന്റ്. അപ്പം എപ്പോഴും റിഹേഴ്സൽ പക്കായായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും സംഭവം. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഞാനിതിന്റെ ഫസ്റ്റ് പാർട്ട് ടി വിയിലാണ് കണ്ടത്. ഞാൻ ചിരിച്ചിരിച്ചും മരിച്ച്. അതിനപേക്ഷിച്ച് സെക്കൻഡ് പാർട്ട് എടുത്തപ്പോൾ കുറച്ച് ഹ്യൂമർ കുറവുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കോമഡി ഇല്ലെന്ന് ഞാൻ പറയില്ല. കോമഡി നന്നായിട്ട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഹൈപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവ് എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നികത്തിയിട്ട് അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കണം. അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. അപ്പൊ ഇതിന്റെ മാർക്സ് വാങ്ങിക്കാം അല്ലേ? ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാൻ ഒരു 7 മാർക്ക് കൊടുക്കും. 7,000 രൂപ. രണ്ടാമത് ഞാനൊരു 6,000 രൂപ. അപ്പോൾ ടോട്ടൽ 13,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ, ടോട്ടൽ മാർക്ക് നേരെ അങ്ങോട്ടേക്ക് അയച്ചോ. അതെ, ക്ഷീണമൊക്കെ മാറട്ടെ. അതെ, അയച്ചിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 25,000. കുറവാണ് നമുക്ക് കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ. എന്നാലും അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് പോയോ, അടുത്ത പ്രാവശ്യം കിടക്കിയേക്ക്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗൈസ്. നമുക്ക് പോകണം. കഴിഞ്ഞോ? പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുന്നതായിരിക്കും. ബിജുക്കട്ടൻ ചേട്ടാ, ഐറ്റം തീർന്നല്ലേ? ഐറ്റം കഴിഞ്ഞു. അതായത് പിന്നെ നമ്മുടെ ഇവന്റ് ഓണാഘോഷത്തിന് ശേഷം വലതുകാലം വെച്ച് നമ്മുടെ കുടുംബത്തേക്ക് കയറി. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി ഐറ്റം. ഐറ്റങ്ങളെല്ലാം പൊളിയായിരുന്നു. എല്ലാം ഇത് ഐറ്റം വേറെ തന്നെ സംശയമില്ല, പറയാം. ഓക്കെ, അപ്പം ഉഷാറായിട്ട് നമുക്ക് ഇന്ന് പോവാം. അടുത്ത ദിവസം പൂർവാദി ശക്തിയോടെ ചിരിക്കാനായിട്ട് വരാം. എല്ലാ പിറവ നിവാസികൾക്കും വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾ കൈയടിച്ചു, ഉഷാറായിരുന്നു. നിങ്ങൾക്ക് എന്തൊരു കൈയടിച്ചോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.